സ്നേഹമുള്ളവരെ, ഓരോരോ കാലഘട്ടങ്ങളിൽ ആ കാലഘട്ടത്തിൽ ജനതയെ നയിക്കാനുള്ളവർ അവരിൽ നിന്നും ഉയർന്നു വരും. പ്രത്യേകിച്ചും അടിമത്തത്തിൻ്റെ കാലഘട്ടങ്ങളിലും ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാലഘട്ടങ്ങളിലും യുദ്ധത്തിൻ്റെ കാലഘട്ടങ്ങളിലും ഇങ്ങനെ ഉയർന്നു വരുന്നവരുടെ കൂട്ടത്തിൽ ഒരു പറ്റം അനുയായികളുണ്ടാകും. പക്ഷേ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നത് വിജയിച്ചവരുടെ മാത്രം ചരിത്രമാണ്. പരാജയപ്പെട്ടവരുടേതോ വിജയിച്ചവരുടെ കൂടെ നിൽക്കുന്നവരുടെ പോലുമോ ചരിത്രം രേഖപ്പെടുത്തപ്പെടാറില്ല. എന്നാൽ ഒറ്റയ്ക്ക് നിന്ന് പട വിജയിച്ച ആളുകളുണ്ട്, ഒറ്റയ്ക്ക് നിന്ന് വിജയിച്ചവർ. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ധീരന്മാരെന്ന് പറയുന്നത്. അങ്ങനെയുള്ള 2 പേരെ ഇന്നത്തെ സുവിശേഷം നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഈശോ പറയും, ഏലിയ വന്നു കഴിഞ്ഞു. അവരുടെ ഇടയിൽ വലിയൊരു വിശ്വാസമുണ്ടായിരുന്നു, ഒരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണം നടക്കും. മലാക്കി പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 5-ാമത്തെ തിരുവചനത്തിൽ മിശിഹ വരുന്നതിന് മുൻപേ, കർത്താവിൻ്റെ ഭീതിജനകമായിട്ടുള്ള ദിവസത്തിന് മുൻപേ ഏലിയ പ്രവാചകനെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും. അവൻ പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും മക്കളുടെ ഹൃദയങ്ങളെ പിതാക്കന്മാരിലേക്കും തിരിക്കും. ആരാണ് ഏലിയ പ്രവാചകൻ? BC 9-ാം നൂറ്റാണ്ടിൽ വടക്കൻ നാട്ടായിട്ടുള്ള ഇസ്രായേലിൽ ജീവിച്ചിരുന്നയാൾ. ഒരിക്കലും ദൈവം ഏലിയ പ്രവാചകനെ വിളിച്ചിട്ട് പറയുകയാണ്, നീ ചെന്ന് ആഹാബ് രാജാവിനോട് പറയണം, ഞാൻ പറയുന്നത് വരെ ഭൂമിയിൽ മഴ പെയ്യില്ല. കാരണം എന്താണ്? ജസബൽ എന്ന് പറയുന്ന ഫെനീഷ്യക്കാരിയായിട്ടുള്ള സ്ത്രീയെ അവൻ ഭാര്യയാക്കി. അത് മാത്രമല്ല, അവളുടെ ദൈവമായിട്ടുള്ള ബാലിനെ ദേവാലയത്തിൽ പോലും പ്രതിഷ്ഠിക്കുകയും ഏകസത്യ ദൈവമായിട്ടുള്ള ഇസ്രായേലിൻ്റെ ദൈവത്തെ തമസ്കരിക്കുകയും തിരസ്കരിക്കുകയും ചെയ്തു. അവിടെ വിഗ്രഹാരാധനയുടെ അങ്ങേയറ്റം അരങ്ങേറുന്ന സമയത്ത് അവിടെ നിൽക്കരുതെന്ന് തിരിച്ചു പോരണം. അവനാകട്ടെ ഒരു അരുവിയുടെ തീരത്ത് വന്ന് താമസിക്കുന്നു. അതിനുശേഷം സെറപ്തായിലെ വിധവയുടെ അടുക്കിലേക്കൊക്കെ പോകുന്നു. അങ്ങനെ കുറേ നാളുകൾ കഴിയുമ്പോൾ വീണ്ടും ദൈവം പറയും, നീ വീണ്ടും ആഹാബ് രാജാവിൻ്റെ അടുത്ത് പോകണം. മഴ പെയ്യാൻ പോകുന്നു. തന്നെയുമല്ല, ഒരു പരീക്ഷണത്തിന് വിധേയരാകണം ജനങ്ങളെല്ലാവരും. ഈ പരീക്ഷണം കർമ്മൽ മലയുടെ മുകളിലാണ്. അവിടെ വിളിച്ചു കൂട്ടപ്പെടുന്ന ഇസ്രായേൽക്കാരെ മുഴുവനും ഇപ്പോൾ അവരെ നയിക്കുന്ന ദൈവത്തിൻ്റെ മനുഷ്യരെന്ന് അവർ വിചാരിക്കുന്ന ബാലിൻ്റെ 450 പ്രവാചകന്മാരെയും അക്ഷേര ദൈവത്തിൻ്റെ 400 പ്രവാചകന്മാരെയും വിളിച്ചു കൂട്ടണം. അങ്ങനെ എല്ലാവരും മലമുകളിലെത്തി. ഏലിയ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ ദൈവമാണ് സത്യദൈവമെങ്കിൽ ഇതാ ഇവിടെ നിങ്ങളൊരു ബലിപീഠമുണ്ടാക്കി ആ ബലിപീഠത്തിൻ്റെ മുകളിൽ ബലിവസ്തുവിനെ വയ്ക്കുക. ദൈവം, നിങ്ങളുടെ ദൈവം ആകാശത്ത് നിന്ന് അഗ്നി ഇറക്കി ബലിവസ്തുവിനെ ദഹിപ്പിക്കുമോ എന്ന് നോക്കാം. അവർ ഒരു പകൽ മുഴുവനും അങ്ങനെ ചെയ്തിട്ടും സ്വയം മുറിവേൽപ്പിച്ചുകൊണ്ട് പോലും പ്രാർത്ഥിച്ചിട്ടും അവർക്ക് ബലിവസ്തുവിനെ നശിപ്പിക്കാനുള്ള ദൈവത്തിൻ്റെ അഗ്നി ഇറക്കാൻ കഴിഞ്ഞില്ല. ഏലിയ പ്രവാചകനാകട്ടെ അവിടെ ഒരു ബലിപീഠം നിർമ്മിച്ച് അതിൻ്റെ മുകളിലേക്ക് ധാരാളം ജലമൊഴിച്ച് അതിൻ്റെ മുകളിൽ ബലിവസ്തുവിനെ കിടത്തി, കാളക്കുട്ടിയെ കിടത്തി ഏലിയ പ്രവാചകൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ് അവിടുന്ന് എന്നും അങ്ങയുടെ പ്രവാചകനാണ് ഞാനെന്നും അങ്ങ് പറഞ്ഞത് കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നതെന്നും ഇപ്പോൾ കാണിച്ചു കൊടുക്കണമേ. അങ്ങനെ ആകാശത്ത് അഗ്നി ഇറക്കി അവിടുത്തെ ബലിവസ്തുവും അവിടുത്തെ ബലിപീഠവും എല്ലാം കത്തിച്ചാമ്പലായി. അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ വ്യാജപ്രവാചകന്മാരെയും അദ്ദേഹം കൊന്നുകളയാനായിട്ട് കൽപ്പിച്ചു. പക്ഷേ ജസബൽ രാജ്ഞി പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു. 24 മണിക്കൂറിനകം ഞാൻ ഇവനെ കൊല്ലും. അവനാകട്ടെ അവിടെ നിന്ന് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം വീണ്ടും ഒരു മുൾച്ചെടിയുടെ കീഴേ പോയി തണലിൽ താമസിച്ചു. അവൻ ഗുഹയിലായിരിക്കുമ്പോൾ ദൈവം ചോദിക്കുക, നീ എന്തെടുക്കുകയാണ് അവിടെ? സൈന്യങ്ങളുടെ ദൈവമായിട്ടുള്ള കർത്താവിനെ പറ്റിയുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഏലിയ പ്രവാചകനാണ് വീണ്ടും വരാനിരിക്കുന്നത്. ഈശോയുടെ ശിഷ്യന്മാർ ചോദിക്കുക, ഏലിയ വന്നു കഴിഞ്ഞോ? അപ്പോഴാണ് ഈശോ പറയുന്നത്, വന്നു കഴിഞ്ഞു. സ്നാപയോഹന്നാനാണ് അവൻ. സ്നാപയോഹന്നാനും ഇതേപോലെ തന്നെ ഒറ്റയ്ക്ക് നിന്ന് പട ജയിച്ചവനാണ്. അവൻ്റെ കൂട്ടത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. നേരെ ചെന്നിട്ട് പ്രവാചകന്
ഹെറോദാസിനോട് പറയും, നീ ചെയ്യുന്നത് തെറ്റാണ്, നിന്റെ ഈ അധാർമിക പ്രവൃത്തി ഉപേക്ഷിക്കണം. അവന് അധാർമിക പ്രവൃത്തി ഉപേക്ഷിച്ചെന്ന് മാത്രമല്ല, അവൻ്റെ തല പോയി എന്നുള്ളതാണ് ഫലം. ഇവിടെ ആവട്ടെ അഹാബ് രാജാവും ഹെറോദാസും അവരവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അധാർമികളായിട്ടുള്ള സ്ത്രീകളുടെ വാക്ക് കേട്ടിട്ടാണ് അധാർമികത പ്രവർത്തിക്കുന്നത്. ഒറ്റയ്ക്ക് നിന്നവരല്ലേ ജയിച്ചിട്ടുള്ളത്? ഇവരൊന്നും ഒറ്റയ്ക്ക് നിന്നവരല്ല. ഇവരൊക്കെ ദൈവത്തിൻ്റെ കൂടെ നിന്നവർ, ദൈവത്തിൻ്റെ വാക്കുകൾ അതേപോലെ തന്നെ അനുസരിച്ചവർ, അതിനനുസരിച്ച് പ്രവർത്തിച്ചവരാണ്. യേശു അങ്ങനെയല്ലേ? ആരാ കൂടെ ഉണ്ടായിരുന്നത്? അവൻ്റെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ടായിരുന്നെങ്കിലും അവൻ്റെ യഥാർത്ഥത്തിലുള്ള പരീക്ഷണത്തിൻ്റെ സമയത്ത് കാൽവരി കുരിശിൻ്റെ ചുവട്ടിൽ ആരാ ഉണ്ടായിരുന്നത്? പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതവും അതുപോലെ തന്നെ. ഇന്ന് നമ്മൾ 8 നോമ്പ് തിരുനാളിന് ആരംഭം കുറിക്കുകയാണല്ലോ. മംഗളവാർത്ത കിട്ടിയ സമയം മുതൽ അവൾ പറഞ്ഞത് ആർക്കാ വിശ്വസിക്കാൻ പറ്റുന്നത്? ദൈവം പറഞ്ഞത് കൊണ്ട് യോസേപ്പ് കൂടെ നിന്ന് മറ്റാരും ഉണ്ടായിരുന്നില്ല. അവസാനം കുരിശിൻ്റെ ചുവട്ടിൽ ആരോടും പരിഭവമില്ലാതെ, പരാതിയില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന പരിശുദ്ധ കന്യകാമറിയം, കുരിശിൽ നിന്നിറക്കി യേശുവിൻ്റെ ശരീരത്തെ തൻ്റെ മടിയിൽ സ്വീകരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയം, ദൈവം പറയുന്നത് പോലെ കേൾക്കുമ്പോൾ പ്രിയമുള്ളവർ, നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മുടെ പല പ്രതിസന്ധികളും തമ്പുരാൻ്റെ മനസ്സാണ് എന്നുള്ള ചിന്തയിൽ ഏറ്റുവാങ്ങുമ്പോൾ നമ്മൾ ധൈര്യമുള്ളവരാകും. മറ്റുള്ളവരെ അല്ല ശ്രദ്ധിക്കേണ്ടത്, ദൈവം എന്ത് പറയുന്നു അതിനനുസരിച്ച് പ്രതികരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? ദൈവത്തിൻ്റെ മനസ്സിനനുസരിച്ച് ഇതാ കർത്താവിൻ്റെ ദാസി എന്നുള്ള ആ പ്രതിവചനത്തിലൂടെ ലോകം മുഴുവനും ആത്മീകവും ഭൗതികവുമായിട്ടുള്ള സകല നേതാക്കന്മാരും സകല ശക്തികളും നമുക്കെതിരെ നിൽക്കുകയാണെങ്കിലും അവിടെ ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥ ജീവിതം നയിക്കുന്നവരാകും. പിന്നീട് നമ്മളെ ചരിത്രം ഓർത്തു വയ്ക്കും. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.